ഹായ് അസ്സാം വലൈക്കും. ഇന്ന് മോളെ കുട്ടിയുടെ ബർത്ത്ഡേ ആണ്, ഫസ്റ്റ് ബർത്ത്ഡേ കേട്ടോ. അതിൻ്റെ ഓരോ ഒരുക്കപ്പാടുകളാണ്. ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടായിരുന്നു ബർത്ത്ഡേ. കുറേ ആൾക്കാരൊന്നുമില്ല, എന്നാലും ഉപ്പൻ്റെ പെങ്ങന്മാരും മക്കളും അവളെ പുതിയാപ്പളുടെ ആൾക്കാരും മാത്രം, വേറെ പുറത്തുനിന്ന് വേറെ ആൾക്കാരൊന്നുമില്ല, എൻ്റെ ആങ്ങളെയും മക്കളും. ഇങ്ങനെ ബർത്ത്ഡേ ഒക്കെ ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ ക്യൂട്ട് സാധനങ്ങൾ ഉണ്ടാക്കൽ, അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരേ ഇതുണ്ടാവും. നമ്മളെ പരിപാടിക്ക് അങ്ങനെയാണ് കൂടുതൽ എല്ലാവർക്കും വരാനും ഇഷ്ടപ്പെടുന്ന അതാണ്. കാരണം എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ടാവും. മക്കൾക്കത് ഭയങ്കര ഇഷ്ടമാണ്. അതിനെക്കൊണ്ട് ഓരിങ്ങനെ അതിനായിട്ട് എൻ്റെ മകൻ തന്നെ എത്ര വേണമെങ്കിലും മെനക്കെട്ട് അവർ അത് ചെയ്യും. ഈ ഫോട്ടോയിൽ ഒരു മാസം മുതൽ നമ്മളെല്ലാവരും 12 മാസത്തെ വെക്കില്ല, അത് കൂടാതെ നമ്മുടെ ഓരോരുത്തരുടെ കൂടെ ഉണ്ടായിരുന്നു ഫോട്ടോസ്, അതും കൂടി അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ മക്കൾ നോക്കുകയാണ്. പിന്നെ ഇന്നത്തെ ഫുഡിൻ്റെ മെനു ആണ്. ഇതൊക്കെ മെനക്കെട്ടുണ്ടാക്കാൻ കുറച്ച് പണിയുള്ള ചെറിയ ഇതാണ്, പക്ഷേ അപ്പോൾ ഉണ്ടാക്കുന്നതാണ്. പിന്നെ നേരത്തെ ഉണ്ടാക്കി വെക്കാൻ പറ്റാത്ത കാര്യം അതിനെക്കൊണ്ട് ചൂടും വേണം. പിന്നെ അതുമല്ല, പിന്നെ ഒക്കെ ക്രിസ്പി പോയി പോകുമല്ലോ കുറേ നേരത്തെ പൊരിച്ച് വെച്ചാൽ. പിന്നെ ഒരു ബബിൾ സ്റ്റേഷൻ ആയിട്ടുണ്ടായിരുന്നു, അവിടെ ഒരു മെഷീനും അതിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് എല്ലാവരും തല്ലുകൂടേണ്ട വെച്ചിട്ട് ഒരു മെഷീൻ ആയ തല്ലുകൂടല്ല, അപ്പോൾ കുറച്ച് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരുന്നു. അങ്ങനെ മക്കൾ കുറേ നേരം അതിൻ്റെ മേലെ കളിച്ച്. പിന്നെ കേക്ക് എല്ലാം, പിന്നെ ഷോർട്സ് ക്ലാസ്സിൽ പിന്നെ ജെല്ലി, അങ്ങനെ ആ എഴുതിയ മെനുവിൽ എല്ലാ സാധനവും ഉണ്ടായിരുന്നു. പിന്നെ കേക്ക് ബർത്ത്ഡേ ആകുമ്പോൾ കേക്ക് വേണമല്ലോ, മുറിക്കലൊരു ഇതാണല്ലോ. പിന്നെ ഇതൊക്കെ മരത്തിൻ്റെ മേലാണ് ചെയ്തത്. അങ്ങനെ മോളെയായിട്ട് വരുന്നുണ്ട്. മൂക്കാണെങ്കിൽ അന്ന് ഉറങ്ങിയിട്ടില്ല. ആ ഒരു മുഖത്തൊരു ചെറിയൊരു ഇതുണ്ട്, ഉറങ്ങിപ്പോകുമെന്ന് വിചാരിച്ച് ഞാൻ ലേറ്റായിപ്പോയി. അന്ന് തന്നെ നമുക്ക് വേറൊരു പരിപാടി ഉണ്ടായപ്പോൾ ഒരു തിക്കും തിരക്കുള്ള ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ പറയാം. ഈ കേക്ക് മുറിക്കലും ഭക്ഷണം കൊടുക്കലും അത് കഴിഞ്ഞ് പെട്ടെന്ന് 7 മണിക്കൊരു നിക്കാഹും ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഓട്ടത്തിൻ്റെ ഒരു ടെൻഷനും ഉണ്ടായിരുന്നു. അങ്ങനെ മോള് കേക്ക് കൊടുക്കുന്നുണ്ട്. ആൾക്ക് മധുരം ഭയങ്കര ഇഷ്ടം. മധുരം എന്നല്ല, നമ്മളെ ഫുഡിനോടെയാണ് താല്പര്യം. ആൾക്ക് ഉപ്പും മധുരമൊന്നും ഇടാതെ കൊടുക്കുന്നതിനെ കൊണ്ട്. അപ്പോൾ കേക്കൊക്കെ കഴിച്ച് അങ്ങനെ പിന്നെ കുറച്ച് എല്ലാവരും ഗിഫ്റ്റും ഫോട്ടോസും ആയിട്ട് കുറച്ച് ഭാഗങ്ങൾ ഞാൻ എടുത്തിട്ടുള്ളൂ. കുറേ വീഡിയോ ലെങ്ത് ആവേണ്ട കുറേ ഫോട്ടോസ്. പിന്നെ എല്ലാവരും നിന്നെടുക്കാനൊന്നും പറ്റിയില്ല, അവരെ വല്യമാണ്. പിന്നെ ഓരോരുത്തർ ഗിഫ്റ്റ് കൊടുക്കുകയാണ്. പിന്നെ നല്ല രസമായിട്ടുണ്ടായിരുന്നു. മോൾ തന്നെ ഫ്ലവറൊക്കെ മോളുണ്ടാക്കിയതാണ്. അതൊക്കെ നമ്മൾ കാണുമ്പോൾ എത്ര എളുപ്പമാണെങ്കിലും ഇതൊരു ഫ്ലവറില്ലെന്ന് വിചാരിക്കും, പക്ഷെ ഉണ്ടാക്കുന്ന കാര്യം കാണുമ്പോൾ കുറച്ച് മെനക്കേടത് മോളെ ഫ്രണ്ട് ഉപയോഗങ്ങളാണ്. അങ്ങനെ ഓരോരുത്തരും ക്യൂട്ടായിട്ട് തന്നെ ഗിഫ്റ്റുകളും ഉണ്ടായിരുന്നു കുറേ. പിന്നെ അങ്ങനെ ഓരോരുത്തരായിട്ട് ഗിഫ്റ്റ് കൊടുക്കേണ്ടത്. ഇത് റിട്ടേൺ ഗിഫ്റ്റ് ഉണ്ടായിരുന്നു മോള് ഉണ്ടാക്കിയത്. ഇതൊക്കെ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ ഉണ്ടാക്കി വെച്ചതാണ് ഓരോരുത്തർക്ക് വേണ്ടിയിട്ട്. മറ്റേ ഒരു ഇതിൽ ഇങ്ങനെയുണ്ടായിരുന്നു. അപ്പോൾ ചില മക്കൾക്ക് അതാണ് ഇഷ്ടം, ചിലവർക്ക് ഇങ്ങനെ ടവലുകൊണ്ട് ബട്ടർഫ്ലൈ ആക്കിയതാണ് ഇഷ്ടം. അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ ക്യൂട്ട് പരിപാടിയും ചെറിയ ഫോട്ടോ എടുക്കലും അങ്ങനെ ആയിട്ട് അന്നത്തെ പരിപാടി ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഇവക്കും കിട്ടി, ഫ്രണ്ടിനും കൊടുത്ത്, പിന്നെ സൈൻ ചെയ്യലുണ്ടായിരുന്നു. ഇതൊക്കെയാണ് ഇവിടുത്തെ ഒരു പരിപാടിയുടെ രസം എന്ന് പറയുക. പിന്നെ കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ വരാൻ, എന്തെങ്കിലും ഒരു ഇതുണ്ടാവും എന്നുള്ള അറിയാം. അങ്ങനെ ഓരോരുത്തർ സൈൻ ചെയ്ത് അങ്ങനെയൊക്കെ ആയിട്ട് ചെറിയ പരിപാടിയായിട്ട് അന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു ചെറിയൊരു പരിപാടിയാണെങ്കിൽ വലിയ പരിപാടിയാണെങ്കിൽ അത് ചെയ്ത് മെനക്കെട്ട് സക്സസ് ആവാന്ന് പറഞ്ഞൊരു റാഹത്തുള്ളൊരു കാര്യമാണ്. മാഷാ അല്ലാഹ് ഒക്കെ റാഹത്തോടെ കഴിഞ്ഞ് ആ ബട്ടർഫ്ലൈ ഒക്കെ തൂങ്ങുന്നതൊക്കെ കുറേ മെനക്കെട്ട് പിന്നെ ചാർട്ടിൽ ഫോട്ടോ എടുത്ത് അതിൽ നിന്ന് കട്ട് ചെയ്ത് എന്നിട്ട് അതിൽ പിന്നെ കയർ വെച്ച് 2 ഒട്ടിച്ചൊക്കെ വരുമ്പോൾ ഇത്ര ഭംഗിയായിട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും എത്ര എളുപ്പമാണെന്ന്. അപ്പം എത്ര എളുപ്പമല്ല പണി, കുറച്ചൊരു ധൃതിയിൽ ചെയ്യാൻ പറ്റാത്തൊരു പണി. നല്ല സമാധാനമായിട്ട് മോള് കുറേ കഷ്ടപ്പെട്ടിരിക്കണം. ഒന്നാമത്തെ ഓള് മാത്രമല്ല ഓടുന്നു, മറ്റേ മൂത്താൾ വേറെ ആയതുകൊണ്ട്, അല്ലെങ്കിൽ മൂപ്പര് വന്നതിൻ്റെ ശേഷം മൂപ്പരും കൂടി കുറേ സഹായിച്ച് അങ്ങനെ അന്നത്തെ പരിപാടി ഹാപ്പി ആയിട്ട് നടന്ന്. താങ്ക് യു.